നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. മലയാളികൾക്ക് തികച്ചും വ്യത്യസ്തവും തീവ്ര അനുഭവങ്ങൾ പകർന്നു നൽകിയ കൃതികൾ സമ്മാനിച്ച എഴുത്തുകാരനാണ് S. ഹരീഷ്. ജീവിതത്തിന്റെ സ്ഥായീ ഭാവങ്ങളായ വിഷാദവും അവയെ അതിജീവിക്കാനായി കണ്ടെത്തുന്ന ഭാവനാ ലോകവും ഒരുമിച്ച് സമന്വയിപ്പിച്ച് ഒരു പുതിയ വായനാ അനുഭവം നൽകി വരുന്ന എഴുത്തുകാരനാണ് ഇദ്ദേഹം. മലയാള സാഹിത്യത്തിൽ പ്രതീക്ഷ നൽകുന്ന യുവ എഴുത്തുകാരുടെ പട്ടികയിലെ ആദ്യ പേരുകാരനായ ഈ കോട്ടയംകാരന്റെ ചില കൃതികൾ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിതം എല്ലാവർക്കും ചലനാത്മകമായ ഒന്നല്ല. പലർക്കും അത് മുന്നോട്ട് ഓടുന്ന പ്രതിഭാസമാണ്. അതിനൊപ്പം എത്താനായി നെട്ടോട്ടം ഓടുന്നവരാണ് പലരും. ഈ ഓട്ടത്തിനിടയിൽ വന്നു ഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒന്നുപോലെയല്ല. ജേർണലിസത്തിന്റെ പഠനവേളയിൽ കഥയെഴുത്തിലേക്ക് തിരിഞ്ഞ് പിന്നീട് തന്റെ ചുറ്റുപാടുകളിൽ കണ്ടെടുത്ത കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും സൂക്ഷ്മതയോടെ കണ്ടെത്തി വായനയ്ക്കായി മികച്ച വിഭവങ്ങളാക്കി മാറ്റാറുണ്ട് ഇദ്ദേഹം. അസാധാരണമായ ക്രാഫ്റ്റും മികച്ച ഭാഷയും അച്ചടക്കവും സായത്തമാക്കിയ എഴുത്തുകാരൻ എത്ര എളുപ്പത്തിലാണ് ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നത്. ജാതിചിന്തകൾ എല്ലാ അതിർത്തികളും വിലക്കുകളും ലംഘിക്കുന്ന വർത്തമാനകാലത്ത് എഴുത്തിലൂടെ അവയ്ക്കെതിരെ ഒരു ചെറു ശബ്ദമെങ്കിലും ആവാൻ കഴിയണം എന്ന നിശ്ചയത്തോടെ രചനകൾ നടത്തുന്ന വ്യക്തിയാണിദ്ദേഹം. നമുക്ക് ചുറ്റും പ്രമേയങ്ങൾ ഏറെയുണ്ടെന്നും അതിൽ നമ്മെ തൊടുന്നവ രചനകളാക്കി മാറ്റാറുണ്ടെന്നും വയലാർ അവാർഡ് പുരസ്കാരവേളയിൽ S. ഹരീഷ് പറഞ്ഞു വെച്ചത് തികച്ചും ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നവയാണ് ഇദ്ദേഹത്തിന്റെ കൃതികളൊക്കെയും. അതിസമർത്ഥമായ ജീവിത നിരീക്ഷണത്താൽ സമ്പന്നവും ആസ്വാദ്യകരവുമായ രചനകളാൽ മലയാളികളെ ചിന്തിപ്പിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരണയാവുകയും ചെയ്ത ഇദ്ദേഹത്തിന്റെ കൃതികൾക്കെതിരെ നിരന്തരം ഭീഷണികൾ മുഴക്കിയവരുണ്ട്. മനുഷ്യരെ അടുത്തറിയാൻ കഴിയുന്ന തൊഴിലിടമായ റവന്യൂ വകുപ്പിലെ ഈ ജീവനക്കാരൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിലും അതിനു ചുറ്റും കാണുന്ന ഓരോ മനുഷ്യനിലും ഓരോ കഥകൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. അവരുടെ ജീവിത പരിസരങ്ങൾ തമ്മിലുള്ള സമാനതയാണ് പൊതുസ്വഭാവമായി മാറാറ്. നോവലെഴുത്ത് ഏറെ പ്രയാസമായതും വേദനയുണ്ടാക്കുന്നതുമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുവെച്ച S. ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എന്ന കൃതിയിലൂടെയാണ് ഇന്നത്തെ യാത്ര. ആശ്വാസത്തിന്റെ മന്ത്രച്ചരടും ഏകാന്തതയുടെ ഏകാശ്രയവും നിസ്സഹായതയിലെ ഒരേ ഒരു ബലവും ഉറപ്പുമാണ് ഈ കൃതി. നിസ്സഹായതയുടെ കൊച്ചുകുടിലാണ് ഇതിന്റെ വാസം. പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അറിയുക പോലുമില്ലാത്ത ഈ പട്ടുനൂൽ പുഴുവിന്റെ ലോകത്തേക്ക് ഹരീഷ് എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ കൂട്ടുപിടിച്ച് നമ്മെ കൊണ്ടുപോകുന്നത് ഗോപിക സദാനന്ദനാണ്. കമ്മന ഗോത്രദീപം ഗ്രന്ഥാലയത്തിലെ ഭരണസമിതി അംഗമായ ഗോപിക ഭൗതിക ശാസ്ത്ര ബിരുദക്കാരിയാണ്. കുട്ടിക്കാലം മുതലേ ഒപ്പം ചേർത്തു വെച്ച വായനയെ കൈമോശം വരാതെ കൊണ്ടു നടക്കുന്ന ഈ ഗ്രന്ഥാലയ പ്രവർത്തക നിലവിൽ കൽപ്പറ്റ ഹ്യൂം സെന്ററിൽ ഇന്റേൺഷിപ്പ് എഡ്യൂക്കേറ്ററായി ജോലി ചെയ്യുന്നു. ഗോപികയ്ക്കൊപ്പം നമുക്കും പട്ടുനൂൽ പുഴുവിന്റെ ലോകത്തിലേക്ക് ഒരു യാത്ര പോകാം. കഴിഞ്ഞ വർഷം ഞാൻ വായിച്ചതിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നോവലാണ് പട്ടുനൂൽ പുഴു. S. ഹരീഷ് എഴുതിയിട്ടുള്ള 2025 പുറത്തിറങ്ങിയ നോവലാണിത്. ഈ പുസ്തകത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തീർച്ചയില്ല. എങ്ങനെ പറഞ്ഞാലാണ് ഈ കഥയുടെ പൂർണ്ണത നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക? നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്, ഉറങ്ങുമ്പോഴും അല്ലാതെ. ഇങ്ങനെ കാണുന്ന സ്വപ്നം നമ്മളല്ലാതെ അദൃശ്യമായി മറ്റൊരാൾ കൂടെ കാണുന്നു എന്ന് തോന്നിയാലോ എങ്ങനെയിരിക്കും? കഥയിലെ കേന്ദ്ര കഥാപാത്രമായ സാംസ എന്ന 13 വയസ്സുള്ള കുട്ടി വേനൽക്കാല അവധിയിൽ ഉറക്കമുണരുന്നത് അങ്ങനെയാണ്. അവന്റെ സ്വപ്നം അദൃശ്യമായി ആരോ മറ്റൊരാൾ കൂടെ കാണുന്നു. ഞെട്ടി എണീറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവന്റെ നായ അവനെ നോക്കി വാലാട്ടുന്നു. സാംസ എന്ന കുട്ടിയാണ് നമ്മെ ആ കഥയിലൂടെ കൈപിടിച്ച് നടത്തുന്നത്. പണി തീരാത്ത വീടും വീതം വെച്ചപ്പോൾ ആർക്കും വേണ്ടാതായി പോയിരുന്ന ചതുപ്പും വെള്ളക്കെട്ടും നിറഞ്ഞ സ്ഥലത്താണ് സാംസ ജീവിക്കുന്നത്. ഒരുപാട് കൂട്ടുകാരൊന്നുമില്ലാതെ ഏകാന്തത നിറഞ്ഞ ബാല്യം.
കഥാകൃത്ത് ആമുഖത്തിൽ പറയുന്നുണ്ട്, പട്ടുനൂൽ പുഴു എന്ന പേരിടാൻ തന്നെ കാരണം എല്ലാ പട്ടുനൂൽ പുഴുക്കളും പൂമ്പാറ്റകളാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ സാംസയെങ്കിലും ഒരു പൂമ്പാറ്റയാകാൻ സാധിക്കട്ടെ എന്ന്. വീട്ടിലെ തോട്ടപ്പണിക്കാരനിൽ നിന്നുമാണ് സാംസ പണ്ട് ആ തൊടിയിൽ ഒരു പണിക്കാരന്റെ വീടുണ്ടായിരുന്നു എന്നും ആ വീട്ടിലെ കുട്ടി 13-ാം വയസ്സിൽ മരിച്ചു പോയിരുന്നുവെന്നും കേൾക്കുന്നത്. ആദ്യം ഒരു മിഥ്യയായിരുന്ന അദൃശ്യരൂപം പിന്നീട് ഒരു പെൺകുട്ടിയാണെന്ന് സാംസ തിരിച്ചറിയുന്നു. തന്റെ ഒപ്പം മറ്റൊരാളെ കണ്ട പോലെയാണ് അവന്റെ നായ അവനെ നോക്കി വാലാട്ടുന്നതെന്ന് കഥയിൽ കഥാകൃത്ത് ആവർത്തിക്കുന്നുണ്ട്. സാംസയുടെ ബാല്യം ഏകാന്തമായിരുന്നെങ്കിലും സാംസയ്ക്കൊരു സുഹൃത്തുണ്ട്, സ്റ്റീഫൻ. കുറച്ച് ഭ്രാന്തുള്ള സ്റ്റീഫൻ. വർഷത്തിലൊരിക്കൽ അയാൾക്ക് ഭ്രാന്ത് വരും. അപ്പോൾ അയാളെ അയാളുടെ വീടിന്റെ തൊടിയിലെ ഈന്തുമരത്തിൽ ചങ്ങലയിലിടും. സ്റ്റീഫന്റെയും കാലിന് വയ്യാത്ത ശ്യാമയുടെയും പ്രണയത്തിന്റെ നേർസാക്ഷിയാണ് സാംസ. സ്റ്റീഫനെ കൂടാതെ സാംസയ്ക്ക് മറ്റൊരു സുഹൃത്തു കൂടെയുണ്ട്, ഗ്രിഗറി മാഷ്. സ്ഥലത്തെ ലൈബ്രറിയനാണ്. സാംസയ്ക്ക് ആ പേരിട്ട വ്യക്തിയാണ്. സാംസയുടെ വായനയ്ക്കുള്ള പ്രചോദനവും ഗ്രിഗറി മാഷാണ്. ഗ്രിഗറി മാഷിന്റെ സഹായത്തോടെയാണ് സാംസ തന്റെ അദൃശ്യ കൂട്ടുകാരിക്ക് നടാഷ എന്ന് പേരിടുന്നത്. മാഷ് കൊടുത്തൊരു പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരാണ് നടാഷ. പിന്നീടുള്ള അവന്റെ യാത്രയിൽ നടാഷയും ഉണ്ടായിരുന്നു. സ്റ്റീഫന്റെ മരണം, അച്ഛൻ വിജയന്റെ തുടർച്ചയായ മദ്യപാനം എന്നിവ കാരണം കൊണ്ട് സാംസ തീർത്തും ഒറ്റപ്പെടുന്നുണ്ട്. 90ന്റെ കാലഘട്ടത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം കഥയിൽ വിശദമായി അവതരിപ്പിച്ചിട്ടുമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്കാൾ വിശാലമാണ് മരിച്ചവരുടെ ലോകം. നമുക്ക് പലപ്പോഴും മരിച്ചവരുമായി സംവദിക്കേണ്ടി വന്നേക്കാം. നമ്മളും അവരുടെ കൂട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നവരാണ്. എസ് ഹരീഷിന്റെ മുൻ നോവലുകൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള വായനക്കാർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നോവൽ തന്നെയാണ് പട്ടുനൂൽ പുഴു. പരിചിതമെങ്കിലും നോവലിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഏകാന്തതയും വിഷാദവും എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതിലെ പല സന്ദർഭങ്ങളും പരിചിതമായി തോന്നി. നിത്യജീവിതത്തിന്റെ കാഴ്ചകളിലൂടെ എഴുത്തുകാരൻ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. മികച്ച വായനാനുഭവം തരുന്ന ഈ കൃതി നിങ്ങളുടെ വായനകളെ ഉത്തേജകമാക്കട്ടെ. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 30 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും ചേർന്നെഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതിയെ എഴുത്തുകാരനും പ്രഭാഷകനും ലൈബ്രറി പ്രവർത്തകനും ഫുട്ബോൾ കമന്റേറ്ററുമൊക്കെയായ വയനാടിൻ്റെ ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഹാരിസ് നന്മേണി പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് 7ാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ.